എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ ഇന്ന് അവസാനിക്കും. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിലായിട്ട് വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ kannur.university.ac.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം അപേക്ഷ എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നാളെ വൈകുന്നേരം വരെ നിങ്ങൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനകം തന്നെ നിങ്ങളുടെ അപേക്ഷ സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വിദ്യാർത്ഥികൾ ചോദിച്ചതായിരുന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എപ്പോഴാണ് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് ജൂൺ 19-ാം തീയതിയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ kannur.university.ac.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം അഡ്മിഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അഡ്മിഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ വിവിധ തരത്തിലുള്ള അഡ്മിഷൻസിൻ്റെ പേജിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് കാണാം FIUGP അത് ആൻഡ് FIIMB എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. FIUGP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്നുള്ളതാണ് FIUGP. FIIMB എന്ന് പറഞ്ഞാൽ 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റർ പ്രോഗ്രാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ FIUGPക്ക് അപേക്ഷിക്കുന്നതിനായിട്ടും FIIMBക്ക് അപേക്ഷിക്കുന്നതിനായിട്ടും സെപ്പറേറ്റ് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു 2 ലിങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് അപേക്ഷകളാണ് നിങ്ങൾ ഈ ഒരു FIUGPക്കും FIIMBക്കും കൊടുക്കേണ്ടത്. അപ്പോൾ FIUGP എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി കീഴിലുള്ള വിവിധ കോളേജുകളിലാണ് ഈ ഒരു FIUGP കോഴ്സ് ഉണ്ടാവുക. FIIMB എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ്, അതായത് ഈ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് ഈ ഒരു ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അത് ഏകദേശം പാലയാട് ക്യാമ്പസിലായിരിക്കും, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ തലശ്ശേരിയിലുള്ള പാലയാട് ക്യാമ്പസിലായിരിക്കും നിങ്ങൾക്ക് FIIMB കോഴ്സുകളിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഏതിലേക്കാണ് അപേക്ഷിക്കേണ്ടത് അതനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് ഇവിടെ FIUGP ആണോ FIIMB ആണോ ഏതിലേക്കാണ് അപേക്ഷിക്കേണ്ടത് ആ ഒരു 2 വിഭാഗങ്ങളിലേക്കും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അപേക്ഷിക്കാം. അപ്പോൾ ഞാനിപ്പോൾ FIUGPയിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഇതുവഴി ഒരു സെപ്പറേറ്റ് ആപ്ലിക്കേഷനും, FIIMBയിലാണെങ്കിൽ അതുവഴി സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഞാൻ കൊടുക്കും. ഈ രീതിയിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് അപേക്ഷയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിവിടെ FIUGP എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓരോ കോഴ്സ്, അതായത് ഈ ഒരു FIUGPയിൽ ഏതൊക്കെ പ്രോഗ്രാംസാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു കോഴ്സിൻ്റെ എലിജിബിലിറ്റി എന്താണ്, അതുപോലെ ആ ഒരു കോഴ്സ് ഏതൊക്കെ കോളേജുകളിലാണ് ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ കോഴ്സുകളും ഏതൊക്കെ കോളേജുകളിലുണ്ട്, അതുപോലെ ആ ഒരു കോഴ്സിൻ്റെ എലിജിബിലിറ്റി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഈ ഒരു രീതിയിൽ വിവിധ കോഴ്സുകൾ വിവിധ കോളേജുകളിൽ ഉണ്ടായിരിക്കും. ഇത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട ആ ഒരു കോഴ്സ് എവിടെയാണോ ഉള്ളത്, അതുപോലെ തന്നെ ആ ഒരു കോളേജ് സെൽഫ് ഫിനാൻസ് ആണോ അല്ലെങ്കിൽ ഗവൺമെൻറ് ആണോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. കാരണം ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ ഫീസ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ഈ ഒരു ഗവൺമെൻറ് കോളേജിൽ ഫീസ് കുറവായിരിക്കും, അതുപോലെ എയ്ഡഡ് കോളേജിലും ഫീസ് സാധാരണ കുറവായിരിക്കും. അതുപോലെ സെൽഫ് ഫിനാൻസ് കോഴ്സുകളാണെങ്കിൽ ആ ഒരു എയ്ഡഡ് കോളേജുകളിലായിരുന്നാലും ഫീസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ സെമസ്റ്റർ വൈസ് ഏകദേശം ഒരു 16,000 ആ റേഞ്ചിലായിരിക്കും ഫീസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവുക. അതുപോലെ ചില കോഴ്സുകൾക്ക് 10,000 രൂപയാണ് സെമസ്റ്റർ ഫീസ് ഇനത്തിൽ വരിക. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ കോഴ്സുകൾ അനുസരിച്ചിട്ടാണ് ഈ ഒരു സെമസ്റ്റർ ഫീസിൽ വ്യത്യാസം ഉണ്ടായിരിക്കുക. ഇനി എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് FIUGP ആണെങ്കിൽ അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിന് താഴെ നിങ്ങൾക്ക് രജിസ്റ്റർ ഹിയർ എന്നുള്ള ഒരു ഓപ്ഷൻ ആവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ആ ഒരു പേജിലേക്ക് പോകുന്നതാണ്. നിങ്ങൾക്ക് മാക്സിമം 20 ഓപ്ഷൻസാണ് കൊടുക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ കാറ്റഗറി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ കാറ്റഗറി സെലക്ട് ചെയ്യുന്ന സമയത്ത് ഫീസ് എത്രയാണെന്നുള്ളത് അവിടെ വരുന്നതാണ്. ഇപ്പോൾ SC/ST ആണെങ്കിലോ PWD ആണെങ്കിലോ 300 ആണ്. എന്നാൽ ജനറൽ കാറ്റഗറിയും SC/BC ഒക്കെ ആണെങ്കിൽ 600 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷയ്ക്ക് ടോട്ടൽ 8 സ്റ്റെപ്സ് ആണുള്ളത്. ആ ഒരു 8 സ്റ്റെപ്സും കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അങ്ങനെയെങ്കിലാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫർമേഷനാണ് ലാസ്റ്റത്തെ സ്റ്റെപ്പ് ഉണ്ടാവുക. അതിനുശേഷം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. അതുപോലെ തന്നെ ഓൺലൈനായിട്ടാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു 8 സ്റ്റെപ്സാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിലായിട്ട് നിങ്ങളുടെ അപേക്ഷ കൊടുക്കുക. അപ്പോൾ നാളെ വൈകുന്നേരം വരെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമുള്ളത്. അതിനുശേഷം ജൂൺ 19-ാം തീയതിയാണ് വിദ്യാർത്ഥികളുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുക എന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ചെയ്യേണ്ടത്, ഇവിടെ ഹോം പേജ് ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഹോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുക്കുക. അതിൽ ഇവിടെ കുറച്ച് അക്ഷരങ്ങൾ കാണാം, അത് അക്കങ്ങൾ കാണാം. അതിവിടെ എൻ്റർ വെരിഫിക്കേഷൻ കോഡ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ ആ ഒരു പ്രൊഫൈൽ മുഖേന എഡിറ്റ് ചെയ്യാവുന്നതാണ്. എത്ര പ്രാവശ്യം വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. എന്നാൽ എഡിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ കൺഫർമേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം പുതിയ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്തു വെക്കേണ്ടതാണ്. അതുപോലെ പാസ്വേഡ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അത് സെൻട്രൽ അലോട്ട്മെൻറ്റ് പ്രോസസ് ID എന്നാണ്, CAP ID എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ആ ഒരു CAP ID കൊടുക്കുക. അതുപോലെ തന്നെ പിന്നീട് ഈ ഒരു ഇമെയിൽ ID കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു സെൻഡ് പാസ്വേഡ് റീസെറ്റ് ലിങ്ക് എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ ഇമെയിലിലേക്ക് അത് ഈ ഒരു മെയിലായിട്ട് നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ എഡിറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ നമ്പറല്ല, പാസ്വേഡ് പുതുതായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.